ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിന്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, നമ്മുടെ മേഘ ടീച്ചർ, ഗ്രൂപ്പിൻ്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി, അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ മുഖരിതമാക്കുന്ന ആത്മബന്ധുക്കളെ, ഗുരുസ്ഥാനീയരെ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചതയം മുതൽ ചതയം വരെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന മഹാഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തി വരുന്ന ഈ ഒരു മഹനീയ ഉദ്യമത്തിൻ്റെ ഭാഗമായി, ഈ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായി ഗുരുവിനെ പറ്റി സംസാരിക്കാനായി, ഗുരുവിൻ്റെ ചരിതങ്ങളൊക്കെ പറയാനായി എനിക്ക് ലഭിച്ച ഈ ഒരു അവസരം മഹാഗുരുവിൻ്റെ നിയോഗമായി ഞാൻ കാണുന്നു. ഗുരുവിൻ്റെ ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും ഒക്കെ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ പല അനുഭവങ്ങളായിട്ട് ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനായ ശിവലിദാസ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ശിശിരീ കുറുവതേ ശാന്തേ കടാക്ഷി ശിക്ഷ സഞ്ജയാനെന്ന്. ശിശിരകാലത്തെ ആ മഞ്ഞിൻ്റെ തണുപ്പ് പോലെ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗുരുവിൻ്റെ ഭക്തർക്കും ശിഷ്യർക്കും ഒക്കെ ആ മഹാഗുരുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ കുളിർമയേകുന്നതായിരുന്നു, എപ്പോഴും ആശ്വാസം ലഭിക്കുന്നതായിരുന്നു. ഗുരുവിൻ്റെ പ്രിയ ഭക്തനും ശിഷ്യനുമായ ശ്രീ ഭാർഗവൻ വൈദ്യർക്ക് ഒരിക്കലുണ്ടായ ഒരു അനുഭവമാണെന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രീനാരായണ ഗുരു ഭാർഗവൻ വൈദ്യരെ കൊല്ലത്തേക്ക് കൊയിലോൺ ബാങ്കിൽ നിന്നും 4000 രൂപ പിൻവലിക്കാൻ വേണ്ടി ഒരിക്കൽ അയച്ചു. ആ സമയത്ത് അതിൻ്റെ മൂല്യം വളരെ കൂടുതലായിരുന്നു. ഭാർഗവൻ വൈദ്യർ ബാങ്കിലെ ജോലി പൂർത്തിയാക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. വർക്കലയ്ക്ക് ട്രെയിനിൽ പോകണം. അപ്പോഴേക്കും അദ്ദേഹം എത്തിയപ്പോഴേക്കും വർക്കലയിൽ എത്താനുള്ള ട്രെയിൻ സ്റ്റേഷൻ വിട്ടിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ആ സ്റ്റേഷനിൽ തന്നെ തങ്ങേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം ആ സ്റ്റേഷനിൽ തങ്ങുകയാണ്. ട്രെയിൻ ടിക്കറ്റ് വാങ്ങാൻ ആവശ്യമായ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്നും ഭദ്രമായി പൊതിഞ്ഞ 4000 രൂപയും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ പണവുമായിട്ട് അദ്ദേഹം കിടക്കുകയാണ്. സ്റ്റേഷനിൽ ഉറങ്ങിക്കിടന്ന എല്ലാ യാത്രക്കാരെയും പോലീസ് പരിശോധിക്കുന്നു. ഭാർഗവൻ വൈദ്യരുടെ പക്കൽ നിന്ന് 4000 രൂപ കണ്ടെത്തി. വൈദ്യർ ഒരു കള്ളനാണെന്ന് അവർ നിഗമനത്തിലെത്തി. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിൽ സൂക്ഷിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഒരു കോൺസ്റ്റബിള് വൈദ്യരോട് ശ്രീനാരായണ ഗുരു തന്റെ കാറിൽ പുറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അറിയിച്ചു. ഗുരുവിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് വൈദ്യരെ ലോക്കപ്പിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഗുരു അദ്ദേഹത്തെ കാറിലെ വർക്കലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ ഈ സംഭവങ്ങളുടെ വിവരങ്ങൾ ഗുരുവിന് കൈമാറാൻ വൈദ്യർക്ക് ആ സമയത്ത് ഗതാഗത സൗകര്യമോ ആശയവിനിമയ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് മുകളിൽ പറഞ്ഞ സംഭവത്തിന്റെ പ്രത്യേകത. ഗുരുവിനെ വിവരം ആരും അറിയിച്ചിട്ടില്ല, അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അർദ്ധരാത്രി സമയത്ത് സ്റ്റേഷനിൽ നിന്നും വൈദ്യരെ പോലീസ് നേരെ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ വൈദ്യരുണ്ട് എന്ന് ഗുരുവിന് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നത് അത്ഭുതകരമായ കാര്യമായിരുന്നു. രാമായണത്തിലെ ഭരദ്വാജ മുനിക്ക് തൻ്റെ അകക്കണ്ണുകൊണ്ട് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും കാണാൻ കഴിഞ്ഞതുപോലെ ദൂരസ്ഥലങ്ങളിൽ പോലും തൻ്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള നിഗൂഢ ശക്തികൾ ഗുരുവിന് ഉണ്ടായിരുന്നു. ഇത് ഭാർഗവൻ വൈദ്യർക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുവിൻ്റെ ചിത്രത്തിന് മുൻപിൽ കൊടുക്കുന്ന പ്രാർത്ഥന അത് അറിഞ്ഞ് ഗുരു നിവർത്തിക്കുന്നു. എന്തിന് മനസ്സിൽ സങ്കല്പിക്കുന്ന ഓരോ ഭക്തരുടെയും ആഗ്രഹം പോലും ഗുരു അറിഞ്ഞു നിവർത്തിക്കുന്നു. ആ മഹാഗുരുവിനാണോ തൻ്റെ പ്രിയപ്പെട്ട ഭാർഗവൻ എവിടെയുണ്ട് എന്നറിഞ്ഞ് അവിടെ പോയി രക്ഷിക്കാൻ സാധിക്കാത്തത്? മഹാഗുരു അങ്ങനെയാണ്. ഗുരുക്കന്മാർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സശരീരനായിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും ആ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ആ കുളിർക്കാറ്റ് പോലെ ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും അത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതിന് ആ മഹാഗുരുവിനോട് ചേർന്ന് നിന്ന് ഗുരുവിൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ച് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം അതെല്ലാവർക്കും അത് ആസ്വദിക്കാനും അറിയാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.